നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. താൻ സ്നേഹിക്കോ നോക്കോ ഒന്നും വേണ്ട, താൻ മൈൻഡ് ചെയ്യണ്ട. പക്ഷേ എനിക്കിഷ്ടപ്പെടാലോ. അച്ഛാ, ആ പ്രസിഡന്റിനെ കാണുന്നതിനേക്കാൾ അത്യാവശ്യ സാന്നിധ്യം ഇവിടെയാണ് വേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ പിന്നെ ഹരിതയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അച്ഛമ്മ ഉണ്ടാക്കി തന്നു. അത് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ. അല്ല, ഹരിത ഊണ് കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടാ ഞാൻ ഇവിടെ കയറിയത്. മനസ്സിലാവുന്നുണ്ട്. അതെ, എത്രയും പെട്ടെന്ന് നീ വീട്ടിലേക്ക് വരണം. ആ ഞാൻ എത്തി വെച്ച. ഇങ്ങോട്ട് തന്നെ ചേട്ടൻ കാണിക്കുന്ന വേലത്തരങ്ങൾക്ക് അനിയത്തെയും കൂട്ടുപിടിക്കാൻ തുടങ്ങിയോ? ഞാൻ ഇവിടെ ഉണ്ടെന്ന് നീ ഒറ്റ കൊടുത്തില്ലേ കുറുപ്പിനോട്? ആ കുറുപ്പേ പടയെടുത്ത് നിൽക്കുക. ഞാൻ എന്ത് തെറ്റാടി നിന്നോട് ചെയ്തത്? മുത്തശ്ശി ഉണ്ടാക്കിയ പൊട്ട്, അത് നിനക്ക് ഇഷ്ടപ്പെട്ട പൊട്ട്, വെയിലും കൊണ്ട് ഇവിടെ വരെ കൊണ്ടുവന്നാണ് ഞാൻ ചെയ്തത് തെറ്റ്. ഇനി ഞാൻ നിൽക്കുന്നില്ല, ഞാൻ ഇറങ്ങ. പിണങ്ങാതെ ഊണ് കഴിച്ചിട്ട് പോയാ മതി. ആ ഉണ്ണാതെ തന്നെ വയറ് നിറഞ്ഞു. ഒരച്ഛനും മകളും മനുഷ്യന് ഒരു സ്വസ്ഥതയും തരില്ല. ചേട്ടാ ആ വിഷമിക്കണ്ട, എന്നെ വിഷമിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എന്റെ പ്രിയപ്പെട്ട അനിയത്തി കാണാൻ. ഞാൻ പെങ്ങടെ മുറിയിൽ നിന്ന് നിങ്ങൾ എപ്പോഴും എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന കാര്യം ഞാൻ ഇതുവരെ ഹരിതയോട് പറഞ്ഞിട്ടില്ല. എന്നെ കൊണ്ട് ദയവ് ചെയ്തത് ചെയ്യിക്കരുത്. ഏട്ടനൊരു ആഭാസനും പെണ്ണുപിടിയനാണെന്ന് പറഞ്ഞാ പറയരുത്. ഞാനിപ്പോ ശല്യം ചെയ്യാൻ വന്നതല്ല. പെങ്ങടെ മുറിയിൽ നിന്ന് ഇറങ്ങി എന്റെ വഴിക്ക് പോകാൻ വന്നതാ. പക്ഷേ വന്നുപേട്ടത് വന്ദനയുടെ മുന്നിലായിപ്പോയി. എന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാ മതിയല്ലോ, ഞാൻ പോയേക്കാം. പോയാലും നിങ്ങളിനി എന്റെ പിറകെ വരില്ലേ? ആ വരും. അല്ല ദേ വന്ന ഞാൻ ഹരിതയോട് പറഞ്ഞേക്കാം. നമ്മള് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം പഴയതിനേക്കാൾ വഷളാവുകയും ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വരികയും ചെയ്യും, ഞാൻ അപ്പൊ ചൂലെടുക്കുകയും ചെയ്യും. ചൂലെടുത്താ പോരാ, തല്ലുകയും വേണം. ആ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ ചൂലടി കൊണ്ട് മരിക്കാനും ഒരു യോഗം വേണം. ഇഷ്ടപ്പെട്ട പെണ്ണോ? ഇത്രയൊക്കെ ആയിട്ടും എനിക്ക് നിങ്ങളോട് ഇഷ്ടമല്ല, അറപ്പും വെറുപ്പുമാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? അതിനുള്ള ഒരു കാരണവും ഞാൻ അറിയുണ്ടായിട്ടില്ല. വന്ദനയ്ക്ക് എന്തെങ്കിലും ഒരു കാരണം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറ. അത് പറയേണ്ടത് പോലീസ് സ്റ്റേഷനില, പക്ഷെ പറഞ്ഞില്ല. നീതിയും നിയമവും ഒക്കെ കരുണാകരക്കുറുപ്പിന്റെ മോൻ നിശ്ചയിക്കുന്നതാണല്ലോ. അതെ, അത് വന്ദനയുടെ തെറ്റിദ്ധാരണ. എനിക്ക് വേണ്ടി ഒരു നിയമവും ഞാൻ ഇതുവരെ വളച്ചൊടിച്ചിട്ടില്ല. വളച്ചൊടിക്കാൻ പ്രേരിപ്പിച്ചിട്ടുമില്ല. ആ ഒരു കാര്യം ചെയ്യ്, എപ്പോഴാണെന്ന് വെച്ചാ വിളിച്ചാ മതി. ഞാൻ വന്ദനയോടൊപ്പം പോലീസ് സ്റ്റേഷനിലോട്ട് വരാം. എന്തിന്? ആ എന്തെങ്കിലും ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വന്ദന അത് പോലീസുകാരോട് പറയണം. അങ്ങനെയെങ്കിലും എനിക്കതൊന്ന് മനസ്സിലാവുമല്ലോ. ഒരാണിനൊരു പെണ്ണിനോട് പ്രണയം, ഇഷ്ടം, ലവ് ഒക്കെ തോന്നുന്നത് വെറുതെയല്ല. അവളിൽ അവന് ആകർഷിക്കുന്ന എന്തോ ഒരു സ്പാർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാ. അല്ലാതെ അവളുടെ സൗന്ദര്യമോ ആകാരവടിവോ പണമോ ഒന്നും കണ്ടല്ല. അത് ആദ്യം ഒന്ന് മനസ്സിലാക്ക്. പിന്നെ തന്നോട് സ്നേഹമാണ്, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വന്നോ? ഇല്ലല്ലോ. ആ ഇഷ്ടപ്പെടുന്ന പെണ്ണിന്റെ പുറകെ നടക്കും, നോക്കും. അതെന്റെ ഇഷ്ടല്ലേ. താൻ സ്നേഹിക്കോ നോക്കോ ഒന്നും വേണ്ട, താൻ മൈൻഡ് ചെയ്യണ്ട. പക്ഷേ എനിക്കിഷ്ടപ്പെടാലോ. അതിന് ആരുടെ ഔദാര്യവും വേണ്ട. മനസ്സിലായോ? ഇതെന്റെ മാത്രം അവകാശം, എന്റെ പെണ്ണിനെ സ്നേഹിക്കാനുള്ള അവകാശം. അവളത് ശ്രദ്ധിച്ചില്ലെങ്കിലും അതിന് വില കൊടുത്തില്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഞാൻ സ്നേഹിക്കും. അത് ശരി,
അത്രയും നേരം എന്നെ ചുറ്റിപ്പറ്റി ഇവിടെ ഇങ്ങ് നിക്കാം. ഉദ്ദേശം കൊള്ളാം. വേണ്ട, സ്ഥലം വിട്ടോ. എന്ത് കാണാൻ നിക്കോ? വാ ഇങ്ങോട്ട്. അങ്കിൾ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടാ വന്ദനമ്മ പിണങ്ങുന്നത്. എനിക്ക് അങ്കിളിനോട് സംസാരിക്കാൻ കൊതിയാകുന്നു. വന്ദനമ്മ കണ്ട ദിയമോളെ വരക്കു പറയും. ദേ മോള് വഴക്കൊന്നും കേക്കണ്ട, പൊക്കോട്ടോ. ചെല്ല്. വന്ദനെ, നീ എന്തൊക്കെ പറഞ്ഞാലും നീ എന്തൊക്കെ ചെയ്താലും നീ എന്റെ പെണ്ണ, എന്റെ മാത്രം പെണ്ണ്, ഈ ജഗന്റെ പെണ്ണ്. ഞാനിട്ട ചൂണ്ടയില് ഇര വന്ന് കൊത്തുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഇരതാ വന്നു കഴിഞ്ഞു. ഓ, ഇവൻ പണത്തിന് ആർത്തിയുള്ളവനാ. പണത്തിന് വേണ്ടി എന്തും ചെയ്യും, എന്തും. സെക്രട്ടറി സാറ് കാറിൽ തന്നെ ഇരുന്നാ മതി. പേടിക്കണ്ട, പ്രശ്നം ഉണ്ടാക്കാനൊന്നും അല്ല വിളിച്ചത്. പ്രകാശന്റെ പേരിൽ ക്യാഷ് അയച്ചെന്നത് ഞാനാ. എന്തിന്? ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ആവശ്യപ്പെടാതെ തന്നെ ക്യാഷ് അയച്ചു തരുന്നവനാ ഈ സാഗർ. വിശ്വസിക്കാൻ കഴിയുന്നില്ല. സാഗർ എന്തിനാ എന്റെ പേരിൽ പണം അയച്ചത്? എന്തായാലും പ്രകാശം പണം സ്വീകരിച്ചല്ല. പണത്തെ ചൊല്ലി പ്രതികൂലമായ പ്രതികരണമൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമില്ല. അതിന്റെ അർത്ഥം പണം എത്ര കിട്ടിയാലും സ്വീകരിച്ചോളാന്നല്ലേ? അത് എന്താ, നമുക്ക് സുഹൃത്തുക്കളായി മുന്നോട്ട് വയ്ക്കൂടെ? എന്തിന്? നിങ്ങൾക്ക് ആവശ്യം പണം, എനിക്കാവശ്യം ചില ചെറിയ സഹായങ്ങൾ. പ്രകാശ് വിചാരിച്ച അത് നിഷ്പ്രയാസം ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനെന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? ആ, അപ്പോ പ്രകാശിന് താല്പര്യമുണ്ടെന്ന് മനസ്സിലായി. രാജീവന്റെ സ്വത്തിനെ ചൊല്ലിയും പിന്നെ ദീമോൾക്ക് വേണ്ടിയും നമ്മൾ തമ്മിൽ വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പ്രകാശ് മറക്കണം. അതായത് യാതൊരു ശത്രുത ഇല്ലാതെ വേണം ഇനിയുള്ള നമ്മുടെ ഡീലിംഗ്സ് ഒക്കെ. ഓക്കെ? വന്ദനയ്ക്ക് എഴുതി വെച്ച രാജീവന്റെ സ്വത്തൊക്കെ അവൾ രാഖിയുടെ പേരിൽ മടക്കി കൊടുത്തു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.